വയോജനങ്ങൾക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായി ഇക്കുറി 100-ൽ പരം കട്ടിലുകൾ വിതരണം ചെയ്തത്. 2021-22 420 കട്ടിലുകളും 2022-23 210 കട്ടിലുകളും 2023-24 210 കട്ടിലുകളും 2024-25 103 കട്ടിലുകളും ഉൾപ്പെടെ 953 കട്ടിലുകളാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കരുവാരകുണ്ടുകാരായ വയോജനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്തത്. പുന്നക്കാട് GLP സ്കൂളിൽ ഇന്ന് നടന്ന കട്ടിൽ വിതരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ TK ഉമ്മർ സ്വാഗതം പറഞ്ഞു. പ്രമീള ടീച്ചർ, ICDS സൂപ്പർവൈസർ സിദ്രത്തുൽ മുൻതഹ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ഇന്ന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ 24-25 വർഷത്തേക്കുള്ള വയോജനങ്ങൾക്കുള്ള ഫണ്ടിൽ ഒരു അംശം നമ്മൾക്കുള്ള കട്ടിലായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഓരോ വർഷവും നമ്മൾക്ക് വയോജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്ന് മിക്കവാറും എല്ലാ വീട്ടിലും ഇപ്പം ആവശ്യത്തിന് വയോജനങ്ങൾ എന്ന് പറയുന്ന 60 വയസ്സായി കഴിഞ്ഞാൽ വയോജനമായിപ്പോയി. ഞാനും ആ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഒരു കട്ടിലിന് അർഹതയാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മൾ കട്ടിൽ കൊടുത്തു. അതുപോലെ തന്നെ പരിരക്ഷ മരുന്നുകളെന്ന ലെവലിലും ഒരു ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ഇന്നലെ സമ്പൂർണ്ണ മാലിന്യ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സമയവും പ്രവൃത്തിയും അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വർഷവും നമ്മൾ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കുള്ള വീതം കട്ടിലായിട്ടും മറ്റു പരിരക്ഷാ മരുന്നായും മറ്റുമൊക്കെയായി അവരുടെ മറ്റു സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കാറുള്ള പതിവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രാവശ്യം നടക്കുന്ന ലാസ്റ്റ് കട്ടിൽ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാനിരിക്കുന്നത്. ആളുകളുടെ എണ്ണത്തിലും എല്ലാ ആളുകൾക്കൊക്കെ കട്ടിൽ ഏകദേശം ആയതുകൊണ്ട് ഇപ്രാവശ്യം ഒരു വാർഡിലേക്ക് 5 കട്ടിൽ എന്നുള്ള നിലയ്ക്ക് 105 കട്ടിലാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിൽ അപേക്ഷകരായി കിട്ടിയത് 103 പേർക്കാണ്. ആ 103 പേർക്ക് നമ്മൾ ഇപ്രാവശ്യം കട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 4 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇരുമ്പിൻ്റെ കട്ടിലൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ ഇരുമ്പിൻ്റെ കട്ടിൽ ശാശ്വതമല്ല. മഴയും ഇടിയൊക്കെ വന്നാൽ ഇരുമ്പിൻ്റെ കട്ടിലേക്ക് ഇടിവെട്ട് സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതും പിന്നെ ഈ വാദം ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇരുമ്പിൻ്റെ കട്ടിൽ എന്നുള്ളത് കൊണ്ട് അത് മാറ്റി നമ്മൾ ഈ മരത്തിൻ്റെ കട്ടിലാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ പൂർത്തീകരണം നടക്കാമെന്ന് 2-3 ദിവസം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇവിടെ ഈ കട്ടിൽ എത്തിച്ചേർന്നത്.